ടിപ്പ് നമ്പർ 5, നോ വൈറ്റ് സ്പേസസ്. അതായത് നമ്മളൊരു പിക്ചർ വരയ്ക്കാം. എന്ത് പിക്ചറാണ് ഇപ്പം വരയ്ക്കുക? ഒരു ഹാർട്ട് വരച്ചു. എന്നിട്ടത് കളർ അടിക്കാം. വേർ ഈസ് ദ റെഡ് കളർ? അതിന് പറഞ്ഞ പോലെ ബോർഡർ വരച്ചു. ബോർഡർ വരച്ചു, ഒരേ ഡയറക്ഷനിൽ വരച്ചു. അപ്പം നിങ്ങളിങ്ങനെ അടുത്തടുത്ത് വരയ്ക്കാൻ ഒക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ, പ്രാക്ടീസായി വരുന്നല്ലേ ഉള്ളൂ എന്നോർത്ത്. എന്നാലും ഒരേ ഡയറക്ഷനിൽ ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ അടിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. കണ്ടോ? അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കിട്ടി. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. പുറത്ത് പോയിട്ടില്ല, ഒരേ ഡയറക്ഷനിലാണ്, അതൊക്കെ ഓക്കെയാണ്. കണ്ടോ? അടുത്ത് ഇതിൻ്റെ ഒരു ഇച്ചിരി കൂടെ നെക്സ്റ്റ് ലെവലാണ് വൈറ്റ് സ്പേസസ് നമ്മൾ ഫില്ല് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇപ്പോൾ കുറച്ച് വെള്ള കളർ കാണുന്നില്ലേ, റെഡ് അല്ലാത്തടം, അവിടെയും കൂടെ നമുക്ക് പയ്യെ ആ വൈറ്റ് കാണുന്നിടത്ത് മാത്രം, ഒത്തിരി ശക്തി കൊടുത്ത് ഇങ്ങനെ വരയ്ക്കരുത്, അപ്പോൾ വര കാണും. ഓക്കെ, പയ്യെ പയ്യെ ആ വൈറ്റ് ഉള്ള ഭാഗങ്ങളിൽ തന്നെ ഈ ഡയറക്ഷനിൽ തന്നെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഈ വൈറ്റ് കളറെല്ലാം ഫില്ലായി വരും. കണ്ടോ? നമ്മൾ ലൈറ്റായിട്ട് വരയ്ക്കുമ്പോൾ തന്നെ ഭംഗി വരും. എന്നിട്ട് നമുക്ക് ഡാർക്ക് കളർ ആക്കണമെന്നുണ്ടെങ്കിൽ ആഡ് വൺ മോർ ലെയർ, അപ്പം ഡാർക്ക് ആവും. കണ്ടോ? ഇപ്പോൾ ആൻറ്റി ഏത് ഡയറക്ഷനിലാണ് വരച്ചതെന്ന് കാണാനേലും പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ട്രോക്കും കാണുന്നില്ല. അത് കാരണം ഇതിനകത്ത് വൈറ്റ് സ്പേസസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വൈറ്റ് സ്പേസസ് ഫുൾ ക്ലീൻ ആക്കുക. അതാണ് ടിപ്പ് നമ്പർ 5, നോ വൈറ്റ് സ്പേസസ്. അപ്പം നമ്മുടെ പിക്ചർ മോർ ബ്യൂട്ടിഫുൾ ആവും. ഓക്കെ.